ഇൻസ്റ്റയിൽ എന്നെയും കൂടി ഫോളോ ചെയ്തേക്കണേ. ആ ശരി. ചേട്ടാ ഈ പച്ച മീസ എടുത്തോട്ടെ. ആ നീ എടുത്തോടി. പച്ചയായാലും മഞ്ഞയായാലും ഒക്കെ കണക്കാടി, എല്ലാം സെയിമാ. ചേട്ടാ ഇത് പട്ടി എഴുതിക്കോട്ടോ. നീ നമ്മുടെ ബിന്ദുവിന്റെ മോളിലടി, നിനക്കെന്ത് പറ്റ്? അവള് പണ്ട് എന്നെ പറ്റിച്ചതാണെങ്കിലും നീ വെക്കും. ഈ നട്ട്സ് എവിടെ ഇരിക്കുന്നേ? ഞാൻ ഇറങ്ങാൻ നിക്കുവായിരുന്നല്ലോ. ബിബിനെ, ബിബിൻ അവിടുന്നേ 4ാമത്തെ റോയിലുണ്ട്, നല്ല ഓഫറും ഉണ്ട്. ഈ ഒരു സമയത്ത് അതെല്ലാം കഴിക്കണം നല്ലതാട്ടോ. ശരി പോട്ടടാ. ഈ മാസത്തെ എത്രാമത്തെ നേരത്തെ പോക്ക ചേച്ചി? ഓ ഒന്ന് പോടാ, ഞാൻ മാഡത്തിനോട് നേരത്തെ ചോദിച്ചതാ. നടക്കട്ടെ നടക്കട്ടെ. ആ രജു, നീയായിരുന്നോ? ആ ചേച്ചി എന്താ ഈ നേരത്ത്? നേരത്തെ ഇറങ്ങിയോ? ഇന്ന് ശനിയാഴ്ചയല്ലേ, മോളെയും കൂട്ടിട്ടൊന്ന് ദേവീന്റെ അമ്പലത്തിലൊന്ന് പോണം. അണ്ണൻ വലിയ നേതാവായോണ്ട് നന്ദി പ്രാർത്ഥന ആയിരിക്കും. ആ ഫസ്റ്റ് അങ്ങേർക്ക് പാർട്ടി സ്ഥാനം കിട്ടാതിരിക്കാൻ നേരാത്ത നേർച്ചയും വഴിപാടും ഒന്നുമില്ല. ശരി കേറേച്ചി, ഞാൻ ഉണ്ടാക്കാം. ബസ് ചാർജേ തരുള്ളൂ, അത് ഓക്കെയാണോ? ഓ ഒന്നും വേണ്ട, കേറി ചേച്ചി. എന്നെ ജംഗ്ഷനിൽ വിട്ടാ മതി. ഓ ബിന്ദുവേ, സുരേഷ് ചേട്ടൻ ഇത്രയും നാളായിട്ട് കണ്ട കൊതി തന്നില്ലേ നിനക്ക്? ആദ്യമായിട്ട് കാണുന്ന പോലെ ഉണ്ടല്ലോ. ഓ അത് ശരിയാ, ഈ ആഴ്ച ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇപ്പഴാ കാണുന്നത്. എന്റെ ബിന്ദു നിക്ക്, നീ ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോ. ചില കാര്യമാണ് ഈ പാർട്ടി സാധനമൊക്കെ, ഞാൻ തമാശ പറഞ്ഞല്ല. ഓ വലിയ കാര്യം തന്നെ. ലോൺ എടുത്ത് വാങ്ങിച്ച് ഓട്ടോയും ഓടാതെ പാർട്ടിയും കളിച്ച് കടവും കയറ്റി കളിക്കുന്നതാണല്ലോ വലിയ കാര്യം. നീ ആ സാധനം എടുത്ത് അനിക്കൂട്ടാ, എനിക്കങ്ങ് ചൊറിഞ്ഞു വരുന്നുണ്ട്. ദയാ ഹോൾമാർക്ക് മസാലയൊക്കെ വെച്ചിട്ടുണ്ട് അതില്, അന്ന് പറഞ്ഞില്ലേ? പിന്നെ അവള് വന്നൊരു കുറുകൂടെയൊക്കെ വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ടേ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പെണ്ണിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കണ്ടെന്ന്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ കുട്ടിക്കാലത്ത് ഇതൊന്നും കിട്ടിയിട്ടില്ലോടി. ആ ബിന്ദു, ഇന്നൊരു സംഭവം ഉണ്ടായി. നിങ്ങളുടെ അയൽപക്കത്ത് ആ റംലയുടെ കുട്ടി ബക്കറ്റിലെ വെള്ളത്തിൽ വീണു. അയ്യോ, എന്നിട്ട്? പേടിക്കാന്നില്ല, കൊച്ചിന് കുഴപ്പമില്ലെന്നാ കേട്ടത്. ഇളയതോ മൂത്തതോ? കേട്ടിട്ട് എന്നെ തല ചുറ്റണു. ഇളയത് ആ റംലാത്തോടെ ഉണ്ടായിരുന്നില്ല. ആ മരുമോള് പെണ്ണുണ്ടല്ലോ, അവളെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആരോടും പറയുന്നില്ല. അവിടെ ഒരു അറ്റൻഡർ പയ്യൻ എന്റെ പരിചയക്കാരനുണ്ടായിരുന്നു, അവൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അപ്പൊ തന്നെ റംലത്തെ വിളിച്ചു പറഞ്ഞു. അവരേതോ തുണിക്കടയിലേക്കായിരുന്നു. അവരെല്ലാം കൂടെ വന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഷോ, ഇത് കേട്ടിട്ട് നല്ല ഉയരങ്ങ് പോകുമല്ലോ. പാവം, വല്ലാത്ത കഷ്ടമായി പോയി. പണ്ടൊക്കെ എത്ര പറ്റ പെണ്ണുങ്ങളുള്ള നാടാ ഇത് തന്നെ. എന്റെ അമ്മയുടെ അമ്മയ്ക്ക് എന്നെ 12 പിള്ളേരുണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഇപ്പൊ ഒരു കൊച്ചിനെ വളർത്താൻ തന്നെ എന്തൊരു പാടാന്നേ. ഈ പറഞ്ഞത് ഉള്ളത് തന്നെയാ, ഒന്നും പറ്റാഞ്ഞത് ഭാഗ്യം. നീ നിന്നെ ആരോട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് പറയാൻ നിൽക്കണ്ടാ. തൊലിഞ്ഞ നാട്ടുകാരാ, അലമ്പാവും. ഞാനിത് ആരോട് പറയാൻ അനിക്കുട്ടാ? ശരി എന്നാ. പ്രണയിക്കുകയായിരുന്നു ഞാൻ. ദേവി, ദേവി, ദേവി. ആ ഓ, ഇന്ന് കാക്ക മലന്നും ഞെളിഞ്ഞൊക്കെ പറക്കുമല്ലോ. ആദ്യമായിട്ടൊരു ബ്ലൗസ് പറഞ്ഞ സമയത്ത് കിട്ടണത്. റംലത്തയുടെ അവിടുത്തെ സംഭവം നീ അറിഞ്ഞോ ദേവി? ചേച്ചി ഇതെങ്ങനെ അറിഞ്ഞത്? അനിക്കുട്ടൻ പറഞ്ഞു. അപ്പൊ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ? എന്നിട്ടാണ് ഇത്ര നേരമായിട്ടും കമാന്നൊരക്ഷരം മിണ്ടാതിരുന്നത്. ഞാൻ എന്തറിഞ്ഞാലും നിന്റെ ചെവിയിലല്ലേ ആദ്യം എത്തിക്കുന്നത്. ഇതങ്ങനെ അല്ലല്ലോ ചേച്ചി. റംലത്തെ വിളിച്ച് പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഒരു പെടച്ചിലായിരുന്നു അതറിഞ്ഞപ്പോ. പിന്നെ കൊച്ചിനൊന്നും പറ്റിയില്ലെന്ന് അറിഞ്ഞപ്പോഴാ സമാധാനമായത്. എന്നാലും ആ പെണ്ണ് അടുത്ത് കിടക്കണം നിന്നെ പോലും അറിയിക്കാതെ ആശുപത്രി വരെ എത്തിച്ചല്ലോ. വല്ലാത്ത ഇനങ്ങളൊക്കെ തന്നെ. റംലത്തെ ആണെങ്കിൽ ആകെ കള്ളിതുള്ളി നിക്കണം. അവരെ കുറ്റം പറയാൻ ഒക്കോ? എന്നാൽ ഈ തള്ള ഇതെന്തെടുക്കുമായിരുന്നു? ഫോണും ടിവിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്ത് കൊച്ച് എന്ത് കുട്ടി. പെറ്റാ മാത്രം മതിയോ തള്ളയാവാൻ? എന്നാ ശരി ദേവി, ഞാൻ പോട്ടെ. ഷോ, പെണ്ണ് തുണിയൊന്നും എടുത്തിട്ടില്ലല്ലോ. അതിനെങ്ങനെയാ എന്തെങ്കിലും പറഞ്ഞ? ഇവിടെയൊന്നും അല്ലല്ലോ അവളുടെ ശ്രദ്ധ. ഫുൾ ടൈം മൊബൈല് നോക്കിയിരിക്കല്ലേ. എവിടെയാ നീ ശ്രീകുട്ടി? ശ്രീ മോളെ, അയ്യോ മോളെ, എന്താ പറ്റിയ മോളോ? അയ്യോ, എന്റെ കൊച്ചിനെന്താ പറ്റിയേ? അയ്യോ മോളെ, മോളൂട്ടി എന്താ പറ്റിയ മോൾക്ക്?
എണീക്ക് മോളെ, എണീക്ക് മോളെ, ഒന്നുമില്ല, എണീക്ക് മോളെ, അമ്മേനെ പറ്റിക്കല്ലേടി മോളെ. അയ്യോ, എന്റെ മോൾക്കെന്താ പറ്റി? അയ്യോ, സുരേഷേട്ടാ, സുരേഷേട്ടാ, അയ്യോ, ആരെങ്കിലും ഓടി വരണേ. മോളോ, 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 മോളെ എണീക്ക്. അയ്യോ, ശ്രീകുട്ടി. നൈസ് അല്ലേ? ആ രജു അല്ലേ? ആ ശ്രീകാന്ത് സാർ പറഞ്ഞിട്ടുണ്ട്, എല്ലാം അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഭൂമിയുടെ ഒരു അറ്റത്താണല്ലോ തന്റെ വീട്. ഇന്ന് കയറിക്കോ, നമുക്ക് ഇതിൽ ഞാൻ ഓട്ടോ എടുക്കണ്ടേ? ഇല്ല വേണ്ട, ഞാൻ തന്നെ തിരിച്ചുവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇതിനപ്പുറം 6 ഇതിനേക്കാളും പൊളിവേ അവിടുത്തെ താമസ സൗകര്യങ്ങളൊക്കെ. ആഹാ, എന്നാ പോവാം. എല്ലാ സൗകര്യമുള്ള വീടാ, അത്യാവശ്യം ഫർണിച്ചറുകളെല്ലാം ഉണ്ട്. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ കാണത്തുള്ളൂ, പിന്നെ സെറ്റ് ആയാൽ നിങ്ങൾ ഇവിടെ വിട്ടു പോകൂല. ഞങ്ങൾ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അത് ശ്രീകാന്ത് സാർ പറഞ്ഞായിരുന്നു. ഇവിടെ റിവർ ഉണ്ടോ? ഉണ്ടോന്നു മേഡം അപ്പുറത്തെ ചെന്ന് നോക്കിയേ. ഓഹ്, സാറെങ്ങനെ രാത്രി അടിക്കോ? ആ എനിക്ക് താഴോട്ട് ഇറങ്ങി രാത്രി നമുക്കൊന്ന് പൊളിച്ചാലോ ഒന്ന്. 2 എണ്ണമൊക്കെ അടിച്ച് അവിടെ ചൂണ്ടൊക്കെ ഇട്ടിരിക്കാം. ആഹാ, അത് കൊള്ളാലോ. മതി മതി, താനീ വീട് തുറന്നാണിക്ക്. ഓ വാ. ആ നൈസ്. സ്പേഷ്യസ് ആണല്ലേ? അടിപൊളി. ആ അത്യാവശ്യം ഗ്യാസും സാധനങ്ങളും ഇരിപ്പുണ്ട്. ആണല്ലേ? എല്ലാ സെറ്റിങ്സും ഓക്കെയാണ്. കോഫി തിങ്സ് ആ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഞാൻ കോഫി എടുത്തിട്ട് തരാം. ആ ഞങ്ങൾക്ക് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോഫി കുടിച്ചിട്ട് രജു കേട്ടോ. ഓ വെള്ളമുണ്ടോ? ഏതാ, നോർമലാണോ? ആ ഇവിടെയൊക്കെ ഈ കുപ്പിവെള്ളം വാങ്ങുന്നൊരു കുറവാ. ആയിക്കോട്ടെ സർ, ഒരു 2 മിനിറ്റ് ഇപ്പൊ സെറ്റ് ചെയ്യാം. താൻ ആ കുറ്റപത്രം പരിപാടിയുടെ ആളല്ലായിരുന്നോ? അന്നത്തെ പ്രശ്നമൊക്കെ അങ്ങനെ അങ്ങ് പോയല്ലേ? സർ റെഡിയാണോ? സർ ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം. എന്തിനാ നമ്മൾ ലേറ്റ് ആക്കുന്നേ? ഞാനിവിടെ ചാർജ് എടുത്ത് ഒരു 2 മാസത്തിനുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഈ കേസ് ഡീൽ ചെയ്തിരുന്നത് വേറെ ഉദ്യോഗസ്ഥനായിരുന്നു. അറിയാലോ, ഭയങ്കര കുഴപ്പം പിടിച്ചൊരു കേസാണിത്. ഐ മീൻ വെരി വെരി സെൻസിറ്റീവ് ആണ്. പോക്സോ കേസാണ്. ആൻഡ് ദ സസ്പെക്ട് ഈസ് എ ജോനേൽ. പോരാത്തതിന് റിലീജിയൻ പൊളിറ്റിക്സ്. അതൊക്കെ കൊണ്ടാണ് പിന്നീട് ഞാൻ ഈ കേസ് നേരിട്ട് ഏറ്റെടുത്തത്. ആക്ച്വലി എന്നെ കുറച്ച് കൺഫ്യൂസ് ചെയ്യിച്ച വിയേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ള കേസായിരുന്നു ശ്രീകുട്ടിയുടേത്. ദ കോസ് ഓഫ് ഡെത്ത് ഇസ് സ്ട്രാങ്കുലേഷൻ ഫ്രം ബിഹൈൻഡ് യൂസിംഗ് an 8 mm rope. And the most important thing is she was sexually active. വാസ് ഇറ്റ് സോ ബ്രൂട്ടൽ? Of course no. എനിക്ക് തോന്നുന്നു അവർ മീറ്റ് ചെയ്തു and then they had sex. അതിനുശേഷം അവർ തമ്മിൽ എന്തോ ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. പിടിവില് നടന്നിട്ടുണ്ട്. ബിക്കോസ് പുള്ളിക്കാരുടെ കയ്യില് there is some defense wound marks. ശ്രീകുട്ടിയുടെ കയ്യില് നഖത്തിനിടയില് സസ്പെക്ടിന്റെ സ്കിന്റെയും ബ്ലഡിന്റെയും പാർട്ടിക്കിൾസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സീമൻ പ്രസൻസ് ഉണ്ടായിരുന്നു when we did the vaginal examination. ബട്ട് ഒരു റേപ്പ് അറ്റംപ്റ്റ് നടന്നു എന്ന് പറയാൻ പറ്റുന്ന പ്രൂഫ് ഒന്നും അതിൽ നിന്ന് കിട്ടിയിരുന്നില്ല. ഇനി മറ്റാരെങ്കിലും ആവാൻ വല്ല സാധ്യതയുണ്ടോ? എന്റെ മനസ്സിൽ ഈ ചിന്ത ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഈ ക്രൈം സീൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐവ് ഓൾസോ ഗോൺ ത്രൂ ദ ഫോറൻസിക് എവിഡൻസ്. മറ്റൊരാളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇറ്റ്സ് പ്രീറ്റി ക്ലിയർ. സോ ദാറ്റ് മീൻസ് ഞാനൊരു പോസിബിലിറ്റി ചോദിച്ചെന്നേ ഉള്ളൂ. യാ, മനസ്സിലായി. ഒരു കാര്യം ഉറപ്പാണ്, പ്രതി അവൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ മീഡിയ ഒക്കെ അന്ന് അഡ്രസ് ചെയ്ത പോലെ ഒരു ബ്രൂട്ടൽ റേപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല അതിന്. അയാൾ അങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടുള്ളതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു റീസൺ പോലീസിന് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ക്രിമിനൽ ഇതുവരെ ഒന്നും മൊഴിഞ്ഞിട്ടുമില്ല. Then you guys go dig the truth out. It'll be a piece of cake for you. Hopefully. All the best. Thank you, Rob. Thank you. Thank Thank you.
ശ്രീകാന്ത് ആയിരിക്കും. നീ ചെല്ല്, ഞാൻ അവനോട് ഒരു കോഫി. ആ ഞാൻ നോക്കിയിട്ട് വരാം. ആ എങ്ങനെയുണ്ട് സെറ്റപ്പ്? ആ വീടും സെറ്റപ്പ് ഒക്കെ അടിപൊളിയാ. എടാ ശ്രീ, ഇങ്ങോട്ട് നോക്ക്. നീ ഒരൊറ്റ ഒരാള് കാരണം ഞാൻ ഈ കേസിൽ ഇൻവോൾവ് ആയത്. ആ ഇങ്ങനെ ഒരു കേസിന്റെ അക്യൂസിന്റെ വക്കീൽ എന്ന നിലയിൽ നിന്നെ ഈ വീടിന്റെ പടി ചവിട്ടാൻ ഞാൻ വിടില്ലായിരുന്നു. ഓഹോ ഓഹോ അത് ശരി. ആ അങ്ങനെ തന്നെ. എന്നാ ഞാൻ പിന്നെ ഹരിചന്ദ്രന്മാരുടെ കേസ് മാത്രം ബാധിക്കാം. എടോ എന്റെ സീനിയർ കമ്മിറ്റ് ചെയ്ത കേസ് ആയതുകൊണ്ടാ. അതെങ്ങനെ ഞാൻ പറ്റില്ലെന്ന് പറയാ? ഇവളെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആ മീഡിയയുടെ ആൾക്കാർ ഇവളുടെ ഹരിശ്ചന്ദ്രൻ ലൈൻ സഹിക്കാൻ വയ്യാതെ അന്ന് പെട്ടിങ് കിടക്കിയിട്ട് ഇവിടെ പറഞ്ഞു വിട്ടു. കോഫി അശ്ശ്. കുടിച്ചോ? അയ്യോ പോകലെ. അവരെന്നെ ഡിസേർവ് ചെയ്യുന്നില്ലടോ. ഐ എം ഹാപ്പി നൗ. ആ അത് വിട്. ആടോ വിടുന്നു. നീ പറ. അതിന് നിങ്ങൾ എന്തെങ്കിലും പറയാൻ സമ്മതിച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞ ഈ കേസിൽ ഒരു കൺസ്പിറസി ഉണ്ട്. സർക്കാരും പോലീസും വാദിഭാഗവും പ്രതിഭാഗവും എല്ലാവരും ചേർന്നുള്ള ഒരു കൺസ്പിറസി, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ആ ചെറുക്കൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് 99.9% എനിക്ക് ഉറപ്പാണ്. പക്ഷെ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും എല്ലാവരും കൂടി ഒത്തുചേർന്ന് അവനെ തന്നെ പ്രതിയാക്കാന്. അതാ എനിക്ക് തോന്നിയത്. പക്ഷെ അവനെ പ്രതിയാക്കിയിട്ട് ആർക്ക് എന്ത് നേട്ടം? നീ തന്നെയല്ലേ പറഞ്ഞത് അവൻ തന്നെ ആയിരിക്കും കൊല ചെയ്തതെന്ന്. ആ പയ്യന്റെ സൈലൻസ്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവൻ ജുവനൈലായതുകൊണ്ടാ, അല്ലെങ്കിൽ അടി കൊണ്ട് അവന്റെ ഊപ്പാടിളക്കിയാണ്. അവന് ഫേവറബിൾ ആയ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഫേവറബിൾ ആണെന്നറിയില്ല, പക്ഷെ ഒന്നുണ്ട്. ഈ ശ്രീകുട്ടി മരണപ്പെട്ടു എന്ന് പറയുന്നത് ഏകദേശം ഉച്ചയ്ക്ക് 2:15-3 അന്ന് ആ പ്രദേശത്ത് ഒരു 2 മണി തൊട്ട് 3:30 വരെ നല്ല ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴ ഉണ്ടായിരുന്നു. ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്രൈം സീനിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഈ നിയാസും നിയാസിന്റെ വേറെ സുഹൃത്തായ ഗോവിന്ദും ഉണ്ടായിരുന്നതായിട്ട് ആ കൂട്ടുകാരി പറയുന്നുണ്ട്. ഓ വാവ്, വാട്ട് എ ബ്രില്യന്റ് പ്രീ പ്ലാൻഡ് ആലിബേ. ആ കൂട്ടുകാരന്മാരെ കൂടി പിടിച്ചകത്തിടണം. ഇതവന്റെ അലബേ ആണെങ്കിലും അല്ലെങ്കിലും ഇത് കോർട്ടിൽ നിലനിൽക്കില്ല. പിന്നൊരു കാര്യം, ക്രൈം സീനിൽ നിന്ന് കിട്ടിയ എവിഡൻസുകളെല്ലാം നിയാസ് തന്നെയാണ് ഈ മർഡർ ചെയ്തതെന്ന് ശരിവെക്കുന്നവയാണ്. പക്ഷെ അതിനൊരു കാരണം കണ്ടെത്താൻ കഴിയാത്തതാണ് ഈ കേസിലെ മിസ്റ്ററി. അവന്റെ വായന്ന് വീണ് കിട്ടാത്ത കാര്യകാരണങ്ങൾ ചകഞ്ഞെടുക്കുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾസോ ഐ ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട് ദിസ്. ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ. ഈ കേസ് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ലതാ. നിങ്ങൾ ചോദിച്ചു കണ്ടുപിടിക്കേ. ഈ നിയാസിന്റെയും ശ്രീകുട്ടിയുടെയും റിലേഷൻഷിപ്പിനെ പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടാവോ? അപ്പോ അത് ഞാനൊരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയായിരുന്നു. ഒരു സ്കൂൾ ടൈപ്പ് പ്രണയം മാത്രം. കൂടി വന്ന 1 വർഷം കണ്ടായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ആദ്യത്തെ ഹൈപ്പൊഴിച്ച മീഡിയ പോലും സൈലന്റ് ആയി ടു സം എക്സ്റ്റെന്റ്. ഇതൊന്നുമല്ലാതെ കുറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഈ കേസിനെ സോഫാർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു കൺസ്പിറസി, അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരും. പൊളിറ്റിക്സ്? ആ പൊളിറ്റിക്സ് എന്നും പറയാം. ഈ ശ്രീകുട്ടിയുടെ അച്ഛനുണ്ട്, ഒരു സുരേഷ്. അയാൾ ഈ പള്ളിക്കരയിൽ ഒരു പ്രധാനപ്പെട്ട YSS പ്രവർത്തകനാണ്. അപ്പൊ ഈ പള്ളിക്കര ഉൾപ്പെടുന്ന കൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഡോമിനേറ്റഡ് ഏരിയ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാള് സസ്പെക്ട് ആയിട്ട് വരുമ്പോൾ അറിയാലോ, അവിടെ ഒരു ബൈ ഇലക്ഷൻ വരെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പോലീസിന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. സോ അവിടുത്തെ ഹിന്ദുക്കളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു അടവ് നയം കൂടി ഈ കേസിനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ല 1-ാം തരം വോട്ട് ബാങ്ക് കളി. നിനക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലേ? എവിടെന്ന്? എന്റെ സീനിയർ ഈ കേസ് ഏറ്റെടുത്തേക്കണത് തന്നെ അവിടുത്തെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാണ്. അയാളുടെ സ്പോൺസർഷിപ്പ് വേറെയാ. നാണമില്ലല്ലോ ശ്രീ ഇത്തരം അൺഎത്തിക്കൽ ആയിട്ടുള്ള റാസ്കൽസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. എന്നാ പിന്നെ ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ പോവാം. അവിടെ ഗാന്ധിജിയുടെ വല്ല ശിഷ്യന്മാരുണ്ടെങ്കിലോ? ആ നീ പൊക്കോ, പിന്നെ ഇങ്ങോട്ട് വരണ്ട. വെറുതെ ഇല്ലല്ലോ നിന്നെ പുറത്തേക്ക്. ഭ്രാന്തി. എന്ത് പറഞ്ഞാലും നെഗറ്റീവ്.